ഹായ് ഓൾ, നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ന്യൂമറിക്കൽസ് ആണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത് എൻട്രൻസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. റെഡി അല്ലേ? ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയേ. എന്താണ്? എ സെറ്റ് ഓഫ് n ഈക്വൽ റെസിസ്റ്റേഴ്സ് വാല്യൂ r ഈച്ച് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടു എ ബാറ്ററി ഓഫ് EMF E ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R. നമ്മുടെ കയ്യിൽ എത്ര n റെസിസ്റ്റേഴ്സ് ഉണ്ട്? n റെസിസ്റ്റേഴ്സ്. ഓക്കെ, ബാറ്ററിയുടെ EMF E ആണ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R ആണ്. ഓക്കെ, ഇനി കറണ്ട് ഡ്രോൺ ഈസ് I. നൗ n റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് പാരലൽ, ദെൻ കറണ്ട് ഡ്രോൺ ഈസ് 10I. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്ര? അപ്പം നമ്മുടെ കേസിൽ നമ്മളൊരു പിക്ചർ വരയ്ക്കാൻ പോവാണ്, ശ്രദ്ധിക്കുക. n റെസിസ്റ്റേഴ്സ് ഉണ്ട്, ഈച്ച് R കണക്റ്റഡ് സീരീസ്. അപ്പോൾ നമുക്ക് വരയ്ക്കാം. എന്താ? n റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? n എണ്ണം ഉണ്ട്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഓരോന്നിൻ്റെ വാല്യൂ R ആണെന്ന് പറയുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ EMF E ആണ്. ഓക്കെ, ഇൻറ്റേർണൽ റെസിസ്റ്റൻസും R ആണ്. ഇപ്പോഴീ ലൈനിലുള്ള കറണ്ട് I ആണ്. ഓക്കെ, ഇത്രയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ I ഒന്ന് കാണാം. I എങ്ങനെ കാണുന്നത്? നമ്മൾ E/R+R എന്നാണ് നമ്മൾ മനസ്സിൽ കാണുന്ന ഇക്വേഷൻ. ഇനി ഇതിനകത്ത് വാല്യൂ ഇടുക. I = ഇവിടുത്തെ E എന്ന് പറയുന്നത് E തന്നെയാണ്. ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് പറയണം. n ആളുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ NR ആണ്, പ്ലസ് അതിൻ്റെ കൂടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടെ. അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട്. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ ഞാൻ എഴുതി, ഇക്വേഷൻ 1 അവിടെ ഇരിക്കട്ടെ. ഇനി ഈ റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കറണ്ടിൻ്റെ വാല്യൂ 10I എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പിക്ചർ ഇതാണ്. ഇതേമാതിരി റെസിസ്റ്റേഴ്സ് എത്ര എണ്ണം? n എണ്ണം പാരലായിട്ട് പിടിപ്പിക്കുക സെല്ലിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഇപ്പോൾ ലൈനിലെ കറണ്ട്, ഈ ലൈനിലെ കറണ്ട് എന്ന് പറയുന്നത് 10I ആണ്. കറണ്ട് കാണാൻ എന്താ വഴി? കറണ്ട് ഈസ് ഈക്വൽ ടു, പറഞ്ഞോളൂ, കറണ്ട് ഈസ് ഈക്വൽ ടു E/R+R എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനെ മനസ്സിൽ കാണുക, കറണ്ടിൻ്റെ ആൻസർ എഴുതുക. കറണ്ടിൻ്റെ ആൻസർ 10I എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു ഈ മാറ്റമില്ലല്ലോ, ഈ അത് തന്നെ. ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് പറയണം. n റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് പിടിപ്പിച്ചാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കാണും? 1/R+, 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 എക്സെട്ര. എത്ര എണ്ണം? n എണ്ണം ഉണ്ട്, n എണ്ണം ഉണ്ട്. ദ ഹോൾ ഇൻവേഴ്സ് എന്നാണ്. അപ്പോൾ എത്ര വരും? 3 എണ്ണം ആണെങ്കിൽ 3/R ഇൻവേഴ്സ്. അപ്പോൾ n എണ്ണം ആകുമ്പോൾ n/R ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ R/n ആണ് ടോട്ടൽ റെസിസ്റ്റൻസ്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ R-ന് പകരം R/n എന്ന് എഴുതണം. പ്ലസ് സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്ര? അതും R. അപ്പോൾ ആൻസർ ഇതാ വരുന്നു. ഈ E അതുപോലെ എഴുതി, n അതുപോലെ എഴുതി, R അതുപോലെ എഴുതി, n ഇതിൻ്റെ മണ്ടയിൽ വരും. ഓക്കെ, പേടിയൊന്നുമില്ല. അപ്പോൾ 10I = എന്ത് വരും? 10I = NE ഡിവൈഡഡ് ബൈ NR+R എന്ന് വരും. ഒരു പ്രയാസമില്ല. ഇക്വേഷൻ നമ്പർ 2. 2 ഇക്വേഷൻ ഉണ്ട് അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനെ 10 കൊണ്ടങ്ങ് ഇൻറ്റു ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് 10 എന്നായി. ഓക്കെ, 10I എന്നായി. LHS സെയിം അല്ലേ? RHS അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 10E ഡിവൈഡഡ് ബൈ NR+R = എത്ര വരും? NE ഡിവൈഡഡ് ബൈ NR+R. ഓക്കെ, NR+R. ഓക്കെ, NR+R എന്നാണ്. അപ്പോൾ ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇവിടെ NR+ ക്യാപിറ്റൽ R ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ വെട്ടിപ്പോയി? ഇവിടെ അത് തന്നെ. ഇത് രണ്ടും ക്യാൻസലായി, E ക്യാൻസലായി. അപ്പോൾ അതാ കിട്ടി. N = 10. നല്ല ക്വസ്റ്റ്യൻ. ചെറുതായിട്ട് നമ്മളൊന്ന് ബുദ്ധിമുട്ടിക്കും, അല്ലാതെ വേറെ ടെൻഷൻ അടിപ്പിക്കുന്ന പ്രോബ്ലം ഒന്നും അല്ല. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ A ആണ്. ഞാൻ ഒന്നും കൂടെ പറയാം, നന്നായിട്ട് സൂക്ഷിക്കുക. എന്താണ്? ആദ്യം ഇങ്ങനെയാണ് പിടിപ്പിക്കുന്നത്. n ആളുകളെ സീരീസ് ആയിട്ട് പിടിപ്പിച്ചാൽ ടോട്ടൽ റെസിസ്റ്റൻസ് NR ആയിരിക്കും എന്ന് നമുക്കറിയാം. കറണ്ട് കാണാൻ E/R+R മനസ്സിൽ കാണുക. E അതുപോലെ എഴുതി, R എത്രയാണ്? NR+R. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ്റെ ലെഫ്റ്റ് റൈറ്റും 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടാമത്തെ കേസിൽ പാരലായിട്ട് പിടിപ്പിച്ചു. n റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് പിടിപ്പിച്ച ടോട്ടൽ റെസിസ്റ്റൻസ് R/n എന്നാണ്. അപ്പോൾ കറണ്ട് കാണാൻ E/R+R എന്നാണ് ഇക്വേഷൻ. R എന്ന് പറയുന്നത് R/n ആണ്, പ്ലസ് ക്യാപിറ്റൽ R. ഓക്കെ, ഇത് റെഡിയാക്കുമ്പോൾ ഇങ്ങനെ ആവും. ഓക്കെ, അപ്പോൾ 2 ഇക്വേഷൻ്റെ LHS സെയിം ആണ്. അപ്പോൾ RHS ഇക്വേറ്റ് ചെയ്ത് വെട്ടാനുള്ളത് വെട്ടി, ബാക്കി N = 10 എന്ന് കിട്ടി. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സൂക്ഷിച്ച് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
the internal resistance of a 2.1 volt cell which gives a current 0.2 ampere through a resistance 10 ohm is. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ്? ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സെല്ലിൻ്റെ EMF തന്നിട്ടുണ്ട്. നോക്കൂ, വാട്ട് ഈസ് എ EMF? 2.1 എന്നാണ്. കറണ്ടിൻ്റെ വാല്യൂ 0.2 എന്നാണ്. ഇനി റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 10 എന്നാണ്. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്ര എന്നാണ്. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ മക്കളെ. എന്താണ്? കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? E/R + R എന്നാണ് അല്ലേ? ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. എന്താണ്? നിങ്ങൾ തന്നെ പറയൂ. 0.2 ഈസ് ഈക്വൽ ടു 2.1 ഡിവൈഡ് ബൈ 10 പ്ലസ് എത്ര R. ഇത് ക്രോസ് ചെയ്യുമ്പോൾ 2.1 ഈസ് ഈക്വൽ ടു പറഞ്ഞോളൂ 2 + 0.2 R എന്നാണ് വരുന്നത്. അപ്പോൾ 0.1 ഈസ് ഈക്വൽ ടു 0.2 R എന്ന് വരും. അപ്പോൾ R ഈസ് ഈക്വൽ ടു 0.1/0.2 അല്ലെങ്കിൽ 1/2 എന്നാണ്. 1/2 എന്ന് പറഞ്ഞാൽ 0.5. കിട്ടിയത് കണ്ടോ? ആൻസർ കിട്ടിയിട്ടുണ്ട് 0.5 ഓം. നല്ല എളുപ്പമല്ലേ മക്കളെ? അപ്പോൾ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ അറിയാമെന്നുള്ള എല്ലാ ആളുകൾക്കും ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? എ ബാറ്ററി കൺസിസ്റ്റ് ഓഫ് എ വേരിയബിൾ നമ്പർ ഓഫ് n ഐഡൻറ്റിക്കൽ സെൽസ്. ഒരു ബാറ്ററിയുടെ അകത്ത് n ഐഡൻറ്റിക്കൽ സെൽസ് ഉണ്ടെന്നായിക്കോട്ടെ. ഹാവിങ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് RH. ഓരോന്നിനും R ഉണ്ട്, R ഓം ഉണ്ട്. വിച്ച് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആയിക്കോട്ടെ. ദ ടെർമിനൽസ് ഓഫ് ബാറ്ററി ആർ ഷോർട്ട് സർക്യൂട്ടഡ്. ബാറ്ററിയുടെ ടെർമിനൽസ് തമ്മിൽ കണക്ട് ചെയ്തു. ഓക്കെ, ഇൻ ബിറ്റ്വീൻ വേറെ റെസിസ്റ്റർ ഒന്നും ഇല്ല. ഇനി കറണ്ട് ഈസ് മെഷേർഡ്. വിച്ച് ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് n. കറണ്ടും നമ്പർ ഓഫ് സെൽസും തമ്മിൽ കണക്ട് ചെയ്ത് എന്താണ് ഇക്വേഷൻ? പറയൂ. കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയണം. കറണ്ട് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ പറയണം. പറഞ്ഞോളൂ. കറണ്ട് ഈസ് ഈക്വൽ ടു E/R + R എന്ന് നമ്മൾ ഇക്വേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ കറണ്ട് ഈസ് ഈക്വൽ ടു ഇവിടെ തന്നെ ഇവിടെ ബാക്കി കാര്യങ്ങൾ പറയണം. ഇവിടെ എക്സ്റ്റേണൽ റെസിസ്റ്റർ ഒന്നും പിടിപ്പിച്ചിട്ടില്ല, ഡയറക്റ്റ് ഷോർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ E/r എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി നമ്മുടെ ഈ കേസിൽ കറണ്ടിൻ്റെ ആൻസർ എത്രയാണ്? സെല്ല് എത്ര എണ്ണം ഉണ്ട്? n എണ്ണം ഉണ്ട്. അപ്പോൾ n സെല്ലാകുമ്പോൾ NE ഡിവൈഡഡ് ബൈ n സെല്ലാകുമ്പോൾ n ആളുകളുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, അപ്പോൾ NR. അപ്പോൾ ആൻസർ വീണ്ടും E/R എന്ന് തന്നെയാണ്. അതായത് പണ്ടും പിന്നീടും കറണ്ടിൻ്റെ ആൻസർ സെയിം. അപ്പോൾ കറണ്ട് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. n മാറിയിട്ടും കറണ്ട് മാറുന്നില്ല. അപ്പോൾ കറണ്ട് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? A ആണ്. നല്ല അടിപൊളിയല്ലേ? അപ്പോൾ ഇതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? കറണ്ട് കാണാനുള്ള ഇക്വേഷൻ എഴുതുക. ഓക്കെ, ഇതിൽ എക്സ്റ്റേണൽ റെസിസ്റ്റർ പിടിപ്പിച്ചിരിക്കുന്നതായിട്ട് പറയുന്നില്ല. അപ്പോൾ ആറിൻ്റെ വാല്യൂ 0 കൊടുക്കുക. അപ്പോൾ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ കിട്ടി. അതാണ് ആദ്യത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ കേസിൽ n സെൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ n ഇൻറ്റേർണൽ റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ ആ വാല്യൂ ഇടുമ്പോഴും അതേ ആൻസർ കിട്ടും. കറണ്ട് റിമെയിൻസ് സെയിം എന്നാണ്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് അങ്ങനെയല്ലേ വരൂ. ഓക്കെ, ഓപ്ഷൻ A ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് അൺനോൺ റെസിസ്റ്റൻസ് X. ഓക്കെ, ഇനി ഫോർ മോസ്റ്റ് പ്രിസൈസ് മെഷർമെൻറ്റ് ഓഫ് X. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മീറ്റർ ബ്രിഡ്ജ് എപ്പോഴാണ് മോസ്റ്റ് സെൻസിറ്റീവ് എന്നുള്ളത് നമുക്ക് അറിയാമെന്നുള്ളതല്ലേ? അപ്പോൾ ഇതിനകത്ത് ആൻസർ ഏതാണ്? റെസിസ്റ്റൻസ് Pയും Qയും എങ്ങനെ ഇരിക്കണം? Pയും Qയും എന്താണ്? ആൾമോസ്റ്റ് സെയിം ആയിരിക്കണം. ഓക്കെ, ഭയങ്കര ചെറുതുമായിരിക്കണം. അപ്പോൾ Pയും Qയും സ്മോളും ആയിരിക്കണം. എന്താണ്? അപ്രോക്സിമേറ്റ്ലി ഈക്വലും ആയിരിക്കണം. അപ്പോൾ ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആൻഡ് ആർ സ്മോൾ. അപ്പോൾ ഓപ്ഷൻ B ആണ് അതിൻ്റെ ആൻസർ. നമുക്കറിയാമെന്നുള്ളതല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കാം. വായിച്ചു നോക്കിയേ. എന്താണ്? എ മീറ്റർ ബ്രിഡ്ജ് സെറ്റപ്പ് ആണ് തന്നിരിക്കുന്നത്. X കണ്ടുപിടിക്കണം. അപ്പുറത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് 10 ohm ആണ്. ഇനി ഗാൽനോമീറ്റർ ഷോസ് 0 പോയിൻറ്റ്. ഓക്കെ, നൾ പോയിന്റ് കാണിക്കുന്നു. ടാപ്പിംഗ് അറ്റ് 52 വെച്ചപ്പോൾ അപ്പോൾ ഇവിടെ 52 ആണ്. അപ്പോൾ അപ്പുറത്ത് എത്ര വരും? 100 - 52. അപ്പോൾ എത്ര? 48. അപ്പോൾ ബാലൻസ് ലെങ്തുകൾ അറിയാം. ഇനി എന്താ വേണ്ടത്? എൻഡ് കറക്ഷൻ തന്നിട്ടുണ്ട്. കറക്ഷൻ എപ്പോഴും ആഡ് ചെയ്യണം. അപ്പോൾ 52ൻ്റെ കൂടെ എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? 1 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അവിടെ എത്ര എന്തെടുക്കണം? 52 അല്ല എടുക്കേണ്ടേ, 53. കണ്ടോ? ഇനി 48ൻ്റെ കൂടെ എത്രയാണ് കറക്ഷൻ ആഡ് ചെയ്യേണ്ടത്? 2. അപ്പോൾ അതിനെ 48 അല്ല എഴുതേണ്ടത്, 2 കൂടെ ആഡ് ചെയ്യണം, 50. ഇപ്പോഴും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയ ബാലൻസ് ലെങ്തുകളായിട്ട് എടുക്കേണ്ട വാല്യൂസ് അറിയാം. X എങ്ങനെ കണ്ടുപിടിക്കും? നേരെ നോക്കുക, ഹൊറിസോണ്ടലി നോക്കുക. X ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 53 R ഡിവൈഡ് ബൈ 50R എന്നാണ്. R എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററിൻ്റെ റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് ക്യാൻസൽ ആവും. X എങ്ങനെ കണ്ടുപിടിക്കും?
53 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 50. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി എത്ര 10 50 ആയി 3 6. ഓക്കെ 10.6 എന്നാണ് ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ 10.6 എന്നാണ്. നല്ല എളുപ്പമല്ലടാ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും പറഞ്ഞില്ല. മീറ്റർ ബ്രിഡ്ജിൻ്റെ പ്രോബ്ലം തന്നാൽ നിങ്ങൾ സിമ്പിളായിട്ട് നമ്മളിത് ചെയ്യും. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത് എന്തിനാണ്? ഈ എൻഡ് കറക്ഷൻ തന്നിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ എൻഡ് കറക്ഷൻ വാല്യൂ എന്ത് ചെയ്യണം? ആ പർട്ടിക്കുലർ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പുതിയ ഷാർപ്പായിട്ടുള്ള ബാലൻസിങ് ലെങ്തുകൾ കിട്ടും. ഇനി ആ വാല്യൂ ഇട്ട് പ്രോബ്ലം ചെയ്യാം. ദാറ്റ്സ് ഓൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റി 0.5 മൈക്രോ ഫാരഡ് ഈസ് ഡിസ്ചാർജ്ഡ് ത്രൂ എ റെസിസ്റ്റൻസ് 10 മെഗാ ഓം. ദ ടൈം ഫോർ ഹാഫ് ദ ചാർജ് ഓഫ് ദ കപ്പാസിറ്റർ ടു എസ്കേപ്പ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് കപ്പാസിറ്ററിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ? 0.5 ഇൻറ്റു 10⁻⁻6 എന്നാണ്. ഇനി ഇത് ഒരു റെസിസ്റ്ററിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് 10 മെഗാ. അപ്പോൾ 10 ഇൻറ്റു 10⁻6 അപ്പോൾ 10⁻7. ഇതിന് ഇനീഷ്യലി Q0 എന്ന് പറയുന്ന ചാർജ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഈ Q0 എത്രയായിട്ട് മാറണം? Q0യുടെ ഹാഫ് ആവാൻ എടുക്കുന്ന ടൈം എത്രയെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. കപ്പാസിറ്ററിൻ്റെ ചാർജ് കുറയുന്നത് എക്സ്പോണൻഷ്യലിയാണ്. അപ്പോൾ ടപ്പോന്ന് കുറയും. അപ്പോൾ ചാർജ് കണ്ടുപിടിക്കാൻ ചാർജ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് കാണാനുള്ള ഇക്വേഷൻ Q0 e⁻t/RC എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇതിൽ Q0 എന്ന് പറഞ്ഞ ഇനീഷ്യൽ ചാർജ്. ഓക്കെ, Q എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ ചാർജ് നോക്കുന്നത് ആ സമയത്തുള്ള ചാർജ്. T എന്ന് പറഞ്ഞാൽ ടൈം, R റെസിസ്റ്റൻസ്, C കപ്പാസിറ്റൻസ്. ഓക്കെ, ഇവിടെ Qൻ്റെ വാല്യൂ എത്രയാണ്? പണ്ടത്തെ ചാർജ് Q0 ആണ്. ഇപ്പം നോക്കിയപ്പോൾ ചാർജ് ഹാഫായി എന്നാണ്. അപ്പോൾ Q0/2 ആണ്. ഈസ് ഈക്വൽ ടു Q0 e⁻t/RC എന്നാണ്. Q0 ക്യാൻസലായി. അപ്പോൾ 1/2 ഈസ് ഈക്വൽ ടു പറഞ്ഞു e⁻t/RC എന്നാണ്. ഇനി നമുക്ക് ഈ എഴുതിയതിൻ്റെ എന്താണ്? നമുക്ക് ഇത് എക്സ്പോണൻഷ്യൽ ഫോമാണ്. ലോഗരിതമിക് ഫോം എന്ന് എഴുതി നോക്കാം. ലോഗ് 1/2 ടു ദ ബേസ് ഇ ഈസ് ഈക്വൽ ടു -t/RC എന്നാണ്. പേടിയില്ല ആർക്കും. ഇനി ലോഗരിതം ടു ദ ബേസ് ഇയെ മാറ്റാൻ നിങ്ങൾക്ക് അറിയാം. 2.303 ലോഗ് 1/2 ടു ദ ബേസ് 10 ഈക്വൽ ടു -t/RC എന്നാണ്. ഒരു പേടിയില്ല. ഇനി 2.303 അതുപോലെ എഴുതി ബാക്കി പറയണം. ലോഗ് a/b എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് a മൈനസ് ലോഗ് ബി. അപ്പോൾ ലോഗ് 1 മൈനസ് ലോഗ് 2 എന്നാണ്. ഓക്കെ, ഈക്വൽ ടു -t/RC എന്നാണ്. ഓക്കെ, പേടിയില്ല. ഇനി ബാക്കി എഴുതാം. 2.303 അതുപോലെ എഴുതി. നിങ്ങൾ തന്നെ നോക്കൂ, അവിടെ ഒരു മൈനസ് ഞാൻ ഇടാം. എന്താ? ഒരു മൈനസ് ഇട്ടാൽ ഇത് തിരിച്ചെഴുതാമല്ലോ. ലോഗ് 2 മൈനസ് ലോഗ് 1. പേടിയൊന്നുമില്ല. ഈസ് ഈക്വൽ ടു -t/RC. ഈ ലോഗ് 1 0 ആണെന്ന് എല്ലാവർക്കും അറിയാം. അത് പോയി. അപ്പോൾ ബാക്കി ആൻസർ പറഞ്ഞാൽ മതി. മൈനസ് കളഞ്ഞു. ബാക്കി പറയൂ. 2.303 ലോഗ് 2 ഈസ് ഈക്വൽ ടു പറഞ്ഞോ t/RC എന്നാണ്. ഇനി ടി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ? t ഈസ് ഈക്വൽ ടു പറഞ്ഞു RC ഇൻറ്റു 2.303 ലോഗ് 2 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. അപ്പോൾ ഇതിൽ വാല്യൂ ഒക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആറിൻ്റെ ആൻസർ 10⁻7 എന്നാണ്. സിയുടെ വാല്യൂ 0.5 ഇൻറ്റു 10⁻6 എന്നാണ്. അല്ലെങ്കിൽ 5 ഇൻറ്റു 10⁻7 എന്നാണ്. പേടിയില്ല. ഇനി 2.303 ഉണ്ട്. ലോഗ് 2ൻ്റെ ആൻസർ എത്രയാണ്? ലോഗ് 2ൻ്റെ ആൻസർ എത്ര? ഈ എഴുതിക്കുന്ന ഇത്രയും സാധനത്തിന് നമുക്ക് ഒറ്റ അടിക്ക് എഴുതാമല്ലോ. എന്താണിത്? 2.303 ലോഗ് 2 എന്ന് പറഞ്ഞാൽ ലോഗ് 2 ടു ദ ബേസ് അല്ലേ? അപ്പോൾ ഇനി ഒറ്റ അടിക്ക് പറഞ്ഞാൽ മതി. 10⁻2 ഇത് രണ്ടും ക്യാൻസലായി. 5 ഉണ്ട് ഇൻറ്റു ഇതിൻ്റെ ആൻസർ ഗിവൺ ആണ്. എത്രയാ? 0.6931. ഓക്കെ, നമുക്ക് ഇതിനെ 0.6931നെ 0.7 എന്ന് അപ്രോക്സിമേറ്റ് ചെയ്താൽ ഇൻറ്റു 5. അപ്പോൾ 3.5നോട് വളരെ ക്ലോസസ്റ്റ് ആയിരിക്കും. അതിനേക്കാൾ ഒരു ശകലം ചെറുതായിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ആൻസർ കിട്ടിയുണ്ടോ? അപ്പോൾ ഓപ്ഷൻ കിട്ടി. അപ്പോൾ ആൻസർ എന്താണ്? 3.46. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നിങ്ങളെ കൊണ്ട് ഒക്കത്തില്ലെങ്കിൽ നമ്മൾ ഈ ഫൈനൽ ആൻസർ അങ്ങ് കാണാതെ വിളിച്ചാൽ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? RC ഇൻറ്റു ലോഗ് 2 ടു ദ ബേസ് ഇ. അതങ്ങ് കാണാതെ പിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഞാൻ എന്നാലും ഒന്നുകൂടെ ഫാസ്റ്റായിട്ട് പറഞ്ഞേക്കാം. ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ ഈ ചാർജ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് കാണാനുള്ള ഇക്വേഷൻ Q0 e⁻t/RC എന്നാണ്.
ഈ ചാർജ് ഇപ്പോൾ എത്രയാണ്? പണ്ടത്തെ എൻ്റെ പകുതിയാണ്. ഓക്കെ, Q0 കട്ടാകുമ്പോൾ ഇങ്ങനെ ആയി. ഇനി രണ്ട് സൈഡിൽ ലോഗരിതം എടുത്തു. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് സാധാരണ ലോഗരിതം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ലോഗ് ടു ദ ബേസ് 10 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും? 2.303 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇത് അതുപോലെ എഴുതി. ഇനി ഇത് ലോഗ് A ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് A മൈനസ് ലോഗ് ബി എന്നാണ്. ഇനി മൈനസ് വെളിയിലെടുത്തു, എന്നിട്ട് തിരിച്ചെഴുതി ഈക്വൽ ടു ഇതെന്ന് എഴുതി. ഇനി ഇതത് മൈനസ് കട്ട് ചെയ്തു, 2.303 എഴുതി. ലോഗ് 1 പോയി, ലോഗ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. ലോഗ് 2 ഈസ് ഈക്വൽ ടു ഇതെന്ന് എഴുതി. ഇനി അടുത്ത ടി കാണാൻ എന്താ ചെയ്യുക? ഇതേ ഇൻറ്റു ഇത്. ഓക്കെ, ടി ഇൻറ്റു 2.303 ലോഗ് 2 എന്ന് പറയുന്നത് ലോഗ് 2 ടു ദ ബേസ് സി ഇൻറ്റു ആർ സി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നല്ല ക്വസ്റ്റൻ അല്ലേ മക്കളെ? അപ്പോൾ അതാ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. എന്താണ് ക്വസ്റ്റൻ നമ്പർ? ഓക്കെ, അതാ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എക്കും ബിക്കും ഇടയ്ക്കുള്ള ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എത്രയെന്ന് പറയണം. എന്താണ്? വെൻ സ്വിച്ച് ഈസ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്. അപ്പോൾ സ്വിച്ച് ഓപ്പൺ ആയിരിക്കുമ്പോഴും ക്ലോസ്ഡ് ആയിരിക്കുമ്പോഴുള്ള കാര്യമാണ് ചോദ്യം. അപ്പം നമുക്ക് ഇതിനെ മാറ്റി വരയ്ക്കാം. അപ്പം നിങ്ങൾ നേരെ നോക്കിയിരുന്നോണം. ഇവിടെ നിന്നൊരു കണക്ഷൻ വരുന്നുണ്ട്. നന്നായിട്ട് നോക്കിയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ വന്നിട്ട് ശ്രദ്ധിക്കുക, ഈ ലൈൻ ഇപ്പോൾ ഓപ്പൺ ആണ്. അപ്പോൾ ആ ലൈൻ നിങ്ങൾ വരയ്ക്കണ്ട. അപ്പോൾ ഇവിടെ നിന്ന് എന്നൊരു പോയിന്റ് വന്നിട്ട് അവിടെ നിന്ന് 2 റെസിസ്റ്റർ വരയ്ക്കണം. അപ്പോൾ ആദ്യം എത്രയും ചെയ്യാം. ഇതാ ഞാൻ വരയ്ക്കാം. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു കണക്ഷൻ വന്നിട്ട് 2 റെസിസ്റ്റർ. ഓക്കെ, ഒരെണ്ണം 6ഉം ഒരെണ്ണം 12ഉം. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി ഒന്ന് ശ്രദ്ധിക്കുക. ഈ 6ൻ്റെ മറ്റേ എൻഡ് ഇവിടെ ആണ്. ഓക്കെ, ഇനി 12ൻ്റെ മറ്റേ എൻഡ് ഇവിടെയാണ്. ഓക്കെ, ആ 2 പോയിന്റുകളും തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പോൾ 6ൻ്റെ മറ്റേ എൻഡും 12ൻ്റെ മറ്റേ എൻഡും തമ്മിൽ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തോ? അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്തു. കണ്ടോ? ഇനി എന്താ വേണ്ടത്? അടുത്ത ബാക്കി അതിലോട്ട് സൂക്ഷിച്ച് നോക്കുക. ഇവിടെ നിന്ന് 12, ഇവിടെ നിന്ന് 6, ഇവിടെ നിന്ന് 12, ഇവിടെ നിന്ന് 6, അത് രണ്ടും കൂടെ ഇവിടെ കണക്ട് ചെയ്തിട്ട് ബി. ഓക്കെ, അപ്പോൾ നമുക്ക് വരയ്ക്കാം. എന്താണ്? 6 കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് 12 വന്നു. ഓക്കെ, 12 വന്നു. ഇനി അടുത്ത ഇവിടെ നിന്ന് 6 വന്നു. എന്നിട്ട് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന പോയിൻ്റാണ് ബി എന്ന് പറയുന്നത്. ഇതാണ് സർക്യൂട്ട്. ഇനി ഇവിടെ നേരെ നിങ്ങളൊന്ന് നോക്കിയ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പിടികിട്ടും. നിങ്ങൾ ഇത് രണ്ടും നോക്കൂ. ഇത് രണ്ടും കണക്റ്റഡാണ്. കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് മോഡിഫൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ മോഡിഫൈ ചെയ്ത് വരയ്ക്കും? ഞാനൊന്ന് വരച്ചേക്കാം. ഇതാ എ എന്ന് പറയുന്ന പോയിൻ്റ്, അവിടെ നിന്ന് ഇപ്പുറത്തൊരു പോയിന്റിൽ 6 ഓം ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്, 12 ഓമും ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. 6, 12. ആ പോയിന്റിൽ നിന്ന് ഒരു 12 പിടിപ്പിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഒരു 6ഉം പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ബി എന്ന് പറയുന്ന പോയിന്റ്. ഇതാണ് സർക്യൂട്ട്. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ 6ഉം 12ഉം പാരലല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എങ്ങനെ കാണും? R1 R2 ബൈ R1 പ്ലസ് R2 ഉപയോഗിച്ചാൽ മതി. അപ്പോൾ 6 × 12 ഡിവൈഡഡ് ബൈ 6 + 12 എത്ര? 18. അപ്പോൾ 72/18 4 എന്ന് വരും. അപ്പോൾ 4 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും 12ഉം 6ഉം തന്നെയാണ് 4. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആ സർക്യൂട്ട് വീണ്ടും മാറ്റാം. ഒരു 4, അപ്പുറത്തും 4. 4ഉം 4ഉം ഇപ്പം എന്താണ്? സീരീസാണ്. ഇതാണ് ഈ തന്നിരിക്കുന്ന സർക്യൂട്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് 8 ഓം ആണ്. ഇപ്പോൾ എന്താണ് ചെയ്തത്? ആ നടുക്കുള്ള സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്യാതെ ചെയ്തതാണ്. ഇനി ആ സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്താൽ ഇതെങ്ങനെ വരും? ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ പിടികിട്ടും മക്കളെ. ഇതേ ഈ പോയിന്റും നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പോയിന്റും നിങ്ങൾ ശ്രദ്ധിക്കുക. ആ 2 പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു വയർ പിടിപ്പിക്കണം. ഇനി സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ആണ്. അപ്പോൾ ഈ ലൈൻ വരും. ഈ ലൈൻ വേറെ ഒന്നിലും ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പോയിന്റും തമ്മിൽ കണക്ട് ചെയ്ത് ഒരു 8 ഓം വരയ്ക്കണം. വേറെ എങ്ങും ടച്ച് അരുത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റും തമ്മിൽ കണക്ട് ചെയ്ത് എത്ര വരയ്ക്കണം? 8. എങ്ങും ടച്ച് ചെയ്യരുത്. ഈ പോയിന്റും തമ്മിൽ എൻ്റെ ഇടയ്ക്ക് ഒരു 8 ഓമിനെ വരയ്ക്കാം. ഇതാ വരച്ചു. വേറെ എങ്ങും ടച്ച് ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ തന്നെ നോക്കുക, മേളിൽ 8 ഉണ്ട്, താഴെ 4ഉം 8 ഉണ്ട്. കണ്ടോ? ഇത് രണ്ടും പാരലല്ലേ? 8ഉം 8ഉം പാരലായിട്ട് വന്നാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കാണും? R1 R2 ബൈ R1 പ്ലസ് R2. അപ്പോൾ 8 × 8 ബൈ 8 പ്ലസ് 8 എത്ര വരും? 4. കണ്ടോ? അപ്പോൾ ആൻസർ ആദ്യത്തെ കേസിൽ 8 ഓം, രണ്ടാമത്തെ കേസിൽ എത്ര ഓം? 4 ഓം എന്നാണ്. അപ്പോൾ അത് ആൻസർ കിട്ടിയിട്ടുണ്ട്. 8 ഓമും 4 ഓം. അടിപൊളിയല്ലേ? അപ്പോൾ നല്ല ക്വസ്റ്റൻ അല്ലേ മക്കളെ? അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഫാസ്റ്റായിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. ശ്രദ്ധിക്കണം, ഇതൊന്ന് സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ
ഈ നടുക്കുള്ള സെക്ഷൻ അതേ ഇല്ല. ഇവിടെ നിന്ന് 2 റെസിസ്റ്റർ വരുന്നു, അത് തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. 2 റെസിസ്റ്റർ വരുന്നു, തമ്മിൽ കണക്ട് ചെയ്യുന്നു. അവിടെ നിന്ന് ഒരെണ്ണം, ഇവിടെ നിന്ന് ഒരെണ്ണം, അവിടെ നിന്ന് ഒരെണ്ണം, ഇവിടെ നിന്ന് ഒരെണ്ണം. അതാണ് ബി. ഓക്കെ, ഇനി നമ്മൾ നോക്കി ഈ 2 പോയിന്റും സെയിം ആണ്. അപ്പോൾ അതിന് പോലെ ഒരു പോയിന്റ് വരച്ചു. ഇവിടെ ഒരു 6, ഇവിടെ ഒരു 12, 6, 12, ഇവിടെ ഒരു 12, ഇവിടെ ഒരു 6. ഓക്കെ, വരച്ചു. ഇത് രണ്ടും പാരലൽ, അപ്പോൾ ടോട്ടൽ 4. ഇത് രണ്ടും പാരലൽ 4. 4ഉം 4ഉം സീരീസ്, അപ്പോൾ ടോട്ടൽ എത്ര? 8. അപ്പോൾ ഇതാണ് ആദ്യത്തെ കേസ്. ഇനി ആ 2 പോയിന്റുകൾക്കിടയ്ക്ക് ഒരു 8 ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം, എങ്ങും ടച്ച് ചെയ്യാതെ. അപ്പോൾ ഇതാണ് പുതിയത്. അപ്പോൾ ഇത് 8, ഇത് 8, 8ഉം 8ഉം കൂടെ ചേരുമ്പോൾ എത്രയാവും? 4. ആൻസറായി. അടിപൊളിയല്ലേ? സൂക്ഷിച്ചിരിക്കണം കേട്ടോ. ഇത് നല്ല സുഖമാണ്. കുറേ എണ്ണം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ആൻസർ കിട്ടിക്കോളും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ്? ശ്രദ്ധിച്ച് നോക്കണം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഇൻ ദ ഫിഗർ ഈ 7/12 ഓം എന്നാണ്. എയും ബി നിങ്ങൾ കണ്ടു. അത് ഒരു എഡ്ജ് അല്ലേ? എഡ്ജിൻ്റെ 2 എൻഡുകളാണ്. അതുകൾക്കിടയ്ക്കുള്ള റെസിസ്റ്റൻസ് 7/12 ഓം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈച്ച് സൈഡ് ഈസ് 1 ഓം. ഓരോ എഡ്ജുകളും 1 ഓം ആണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെയിം 2 പോയിന്റ്സ് വെൻ എ ബി ഈസ് റിമൂവ്ഡ്. എ ബിയെ റിമൂവ് ചെയ്താൽ എത്ര റെസിസ്റ്റൻസ് വരും? ഞാൻ ഇവിടെ കുറച്ച് അഡീഷണൽ സംഭവങ്ങളിലൂടെയൊക്കെ പറയാം. നിങ്ങൾ തന്നെ ഇവിടെ ഒന്ന് നോക്കുക. ഞാനിവിടെ 2 പോയിന്റുകൾ മാർക്ക് ചെയ്യാം. ഈ പോയിന്റും ഈ പോയിന്റുമാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊന്ന് മാർക്ക് ചെയ്യാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഈ 2 പോയിന്റ് ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ലേ? അപ്പോൾ ബോഡി ഡയഗണൽസിൻ്റെ എൻഡാണ്. അപ്പോൾ ആ 2 പോയിന്റുകൾക്കിടയ്ക്കുള്ള ടോട്ടൽ റെസിസ്റ്റൻസ്, അതോ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ്സ് ഓഫ് എന്താണ്? ബോഡി ഡയഗണലിൻ്റെ എൻഡ്സ് ആണ് അത് രണ്ടും. അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5/6 R ആണ്. ഒരു എഡ്ജ് 6 എന്നാണ് ഞാൻ ഇവിടെ എടുത്തത് കേട്ടോ. ഒരു എഡ്ജ് എത്ര? 6. അങ്ങനെ എടുത്തപ്പോഴാണ് ഞാൻ കിട്ടിയത്. ഇവിടെ എഡ്ജ് എത്രയാണ്? 1 ആണ്. അപ്പോൾ 6ന് പകരം 1 കൊടുത്തോണം. ദാറ്റ്സ് ഓൾ. ഇനി അടുത്ത 2 പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യാം. ഇത് മാച്ച് കളഞ്ഞിട്ട് പുതിയ 2 പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യാണ്. ശ്രദ്ധിച്ചിരിക്കണം. ഈ 2 പോയിന്റ് ആണെങ്കിലോ ഒരു ഫേസിലെ ഡയഗണൽ അല്ലേ? ആ ഫേസിലെ ഡയഗണൽ, അത് 2 ജോയിൻ ചെയ്താൽ ഒരു ഡയഗണൽ കിട്ടും. ഫേസ് ഡയഗണലിൻ്റെ എൻഡുകളല്ലേ? ആ 2 പോയിന്റുകൾക്കിടയ്ക്കുള്ള റെസിസ്റ്റൻസ് നമുക്ക് എഴുതാം. എന്താണ്? റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ്സ് ഓഫ് ഫേസ് ഡയഗണലിൻ്റെ ആ 2 പോയിന്റുകൾക്കിടയ്ക്കുള്ള റെസിസ്റ്റൻസ് 3/4 R ആണ്. ഓക്കെ, ഒരു എഡ്ജിന് 6 എന്നാണ് സങ്കല്പം. ഓക്കെ, അപ്പോൾ ഇതും കാണാതെ പഠിക്കണം. ഇനി 2 പോയിന്റുകൾ ഞാൻ എടുക്കാം. ഈ 2 പോയിന്റുകൾ മായ്ച്ച് കളഞ്ഞിട്ട് ശ്രദ്ധിക്കൂ. ഇത് 2 മായ്ച്ച് കളഞ്ഞു. ഇനി പുതിയ 2 പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്യാണ്. എയും ബിയും എന്താണ്? എൻഡ്സ് ഓഫ് എഡ്ജ് അല്ലേ? ആ 2 പോയിന്റുകൾക്കിടയ്ക്കുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് എഴുതാം. റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ്സ് ഓഫ് 1 എഡ്ജ്. ഒരു എഡ്ജിൻ്റെ 2 എൻഡുകൾക്കിടയ്ക്കുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 7/12 R ആണ്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ആറിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ടാണ് ടോട്ടൽ റെസിസ്റ്റൻസ് 7/12 × 1 7/12 എന്ന് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, അപ്പോൾ ഇത്രയും നമുക്കറിയാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആ എ ബി അങ്ങ് മാറ്റിയാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര? അപ്പം നമ്മളൊന്ന് പറയുന്നതൊന്ന് നേരെ നോക്കണേ. ഈ എ ബിയും ബാക്കി എല്ലാം കൂടെ ചേരുമ്പോഴാണ് എത്ര വരുന്നത്? 7/12 R വരുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഒരു പിക്ചർ ഞാൻ വരച്ചാലോ? എ ബിയും ഈ പാവപ്പെട്ട എ ബിയും അതിൻ്റെ കൂടെ ബാക്കിയുള്ളവരും കൂടെ ചേരുമ്പോൾ എ ബിയും ബാക്കിയുള്ളവരും കൂടെ ചേരുമ്പോഴത്തേക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര? 7/12 എന്നാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ എ ബി ബാക്കിയുള്ളവരുടെ റെസിസ്റ്റൻസ് എക്സ് ആണ്. എ ബിയുടെ റെസിസ്റ്റൻസ് 6 ആണ്. ഇതാണ് എ ബി കേട്ടോ. എ ബിയുടെ റെസിസ്റ്റൻസ് 6 ആണ്. ബാക്കിയെല്ലാം കൂടെ എക്സ് ആണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എത്രയാ? 7/12 R ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സങ്കല്പം. അപ്പോൾ ഒന്ന് നോക്കുക. ഇവിടെ ഇതിന് 6, ബാക്കി ഇതെല്ലാം കൂടെ എക്സ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഇത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ടോട്ടൽ റെസിസ്റ്റൻസ് കാണുന്നത്? R1 R2/R1 + R2. അപ്പോൾ നമുക്ക് വാല്യൂ എഴുതാം. എന്ത് വരും? R × X / R + X എന്നാണ്. അതിൻ്റെ ആൻസറാണ് 7/12 R. ഓക്കെ,
അപ്പോൾ അപ്പുറം ഇപ്പുറം നമുക്ക് 6 കട്ട് ചെയ്ത് കളയാം. ബാക്കി നിങ്ങൾ തന്നെ പറയുക. എത്ര വരും? 12x. 12x ഈസ് ഈക്വൽ ടു എത്ര വരും മക്കളെ? 12x ഈസ് ഈക്വൽ ടു 7r പ്ലസ് 7x എന്ന് വരും. ഓക്കെ, അപ്പോൾ എത്ര വരും? 5x ഈസ് ഈക്വൽ ടു 7r എന്ന് വരും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? 7r ഡിവൈഡ് ബൈ 5 എന്നാണ്. അപ്പോൾ 7r ഡിവൈഡ് ബൈ 5 എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏകദേശം ആയിട്ടുണ്ട്. എക്സിൻ്റെ ആൻസർ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ എക്സിൻ്റെ ആൻസർ 7/5 ഇൻറ്റു ആറിൻ്റെ വാല്യൂ ഇവിടെ 1 എന്നല്ലേ, ആൻസർ 7/5 r എന്നാണ് ഇതായിരിക്കുന്നത്. ഓപ്ഷൻ ഏതാണ്? സി ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ഫൈനൽ സ്റ്റെപ്പ് ഇതിനകത്ത് ഒരു പേടിയും ഇവിടെ ആർക്കും വേണ്ട. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഇതാ ഇതിന് 6, ബാക്കി എല്ലാവരും കൂടെ എക്സ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് R1 പ്ലസ് R2 ഈക്വൽ ടു ഇത് വെട്ടാനുള്ളത് വെട്ടി, ബാക്കി ക്രോസ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചു. ഈ എക്സ് അല്ലേ ചോദ്യം. ഇവൻ ഇല്ലാതെ ബാക്കി എത്ര, അതായത് എക്സിൻ്റെ വാല്യൂ എത്രയെന്നാണ് ചോദ്യം. എക്സിൻ്റെ ആൻസർ കിട്ടി. അടിപൊളിയല്ലേ? സൂപ്പർ ക്വസ്റ്റ്യനാണ്. നന്നായിട്ട് എഴുതി പഠിച്ചോണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? ശ്രദ്ധിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് എ ആൻഡ് ബി. എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? ഇതൊക്കെ നമ്മളെ ചുമ്മാ പേടിപ്പിക്കാനാണ് കേട്ടോ. റിച്ചോഫിൻ്റെ റൂൾസ് ഒക്കെ അപ്ലൈ ചെയ്ത നമ്മളെയാണ് ഈ കൊച്ചു ക്വസ്റ്റ്യനൊക്കെ കണ്ട് പേടിപ്പിക്കുന്നത്. നമ്മൾ പേടിക്കുമോ? ആരാ പേടിക്കുന്നത്? ആരും പേടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം. എ തൊട്ട് ബിയിലോട്ട് അങ്ങോട്ട് ഓടിയാൽ മതി. എ ഇന്ന് ബിയിലോട്ട് ഓടിക്കോ. സോ എ ഇന്ന് ബിയിലോട്ട് ഓടുമ്പോഴത്തേക്ക് ഒരു കറണ്ട് കാണുന്നുണ്ട്, അതിൻ്റെ റെസിസ്റ്റൻസ് കൊണ്ട് ചെയ്യുമ്പോൾ അവിടുത്തെ വോൾട്ടേജ് ആയി. ഇനി ഓടിച്ചെന്ന് കയറുന്നത് ബാറ്ററിയുടെ പോസിറ്റീവാണ്. അപ്പോൾ +3 എന്ന് എടുക്കുക. കറണ്ടിൻ്റെ ആൻസർ അറിയാം, റെസിസ്റ്റൻസിൻ്റെ ആൻസർ അറിയാം, വോൾട്ടേജ് അറിയാം. അപ്പോൾ എല്ലാ വോൾട്ടേജും കൂടെ ആഡ് ചെയ്യുക. എക്കും ബിക്കും ഇടയ്ക്കുള്ള വോൾട്ടേജ് ആയി. അതല്ലേ ചോദ്യം. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്തോ വലിയ സംഭവമാണെന്നല്ലേ. അപ്പോൾ വോൾട്ടേജ് കാണാൻ എന്താ വഴി? IR. അപ്പോൾ 2 ഇൻറ്റു പറഞ്ഞോളൂ, 2 ഇൻറ്റു 2. ഓക്കെ, 2 ഇൻറ്റു 2 പ്ലസ് അടുത്ത ഓടിച്ചെന്ന് കയറിയത് ബാറ്ററിയുടെ പോസിറ്റീവിൽ പ്ലസ് അടുത്ത കറണ്ട് I ആണ്, 2 ആണ്, 2 ഇൻറ്റു 1. അപ്പോൾ ആൻസർ 4 + 3 + 2 എന്നാണ്. അപ്പോൾ എത്ര? 9 എന്നാണ്. ഓക്കെ, പ്രയാസമുണ്ടോ? അപ്പം 9 വോൾട്ടാണ്. ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കണ്ടോ? പേടിപ്പിക്കാൻ വേണ്ടി ഒന്നുമല്ല. നമ്മൾ വിചാരിച്ചെന്തോ വലിയ ക്വസ്റ്റ്യൻ, തെറ്റുന്നെങ്കിൽ ഇങ്ങ് തെറ്റിക്കോട്ടെ. നമ്മൾ തെറ്റാനൊന്നും കൊടുക്കത്തില്ല കേട്ടോ. അപ്പോൾ അടിപൊളിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നേരെ നോക്കുക. എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര എന്നാണ്. നമ്മൾ എയും ബിയും കാണുന്നുണ്ട്. ഇത് രണ്ടുമാണ്. ഈ 2 പോയിന്റുകൾക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര എന്നാണ്. 2 സെല്ലിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? 6 വോൾട്ടും 4 വോൾട്ടും. അപ്പോൾ പവർഫുൾ ഏതാ? 6 വോൾട്ടാണ്. അപ്പോൾ അതിൽ നിന്നൊരു കറണ്ട് ഇറങ്ങി വരും. ആ കറണ്ട് I1 ആണെന്നിരിക്കട്ടെ. ആ കറണ്ട് ഇവിടെ വരും. ഓക്കെ, കറണ്ട് വരുന്നുണ്ടോ? കറണ്ട് ഇങ്ങനെ വരും. ഈ കറണ്ട് ഒരു I1 ആണ് വരുന്നത്. ഇവിടെ വരച്ചിട്ടില്ല. അപ്പോൾ I1 ഇവിടെ എത്തും. ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്നൊരു കറണ്ട് ഇങ്ങോട്ട് വരും. അത് ആരുടെ കറണ്ടാണ്? I2 ആണ്. അപ്പോൾ ഏതാണ് വലുത്? I1 ആണ് വലുത്. അപ്പോൾ നമ്മുടെ I1 ഇതായിരിക്കുന്നു. കണ്ടോ? ഇതാണ് I1. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് I2. അപ്പോൾ ബാക്കി അങ്ങോട്ട് പോകുന്നത് എത്രയായിരിക്കും? I1 - I2 ആണ് അങ്ങോട്ട് പോകുന്നത്. I1 - I2 ആണ് ഈ ലൈനിൽ പോകുന്നത്. കണ്ടോ? ഈ I1 - I2നെയാണ് നമ്മളിവിടെ I എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഇവിടെ I എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. I എന്ന് പറയുന്നത് I1 - I2നെയാണ്. ഒന്നും കൂടെ ഞാൻ ഇത്രയും പറയാം. ഇത് മാത്രമാണ് നമ്മൾ അറിയേണ്ടത്. ഇതാണ് പവർഫുൾ സെല്ല്, ഇത് വീക്ക് സെല്ല്. അപ്പോൾ കൂടുതൽ കറണ്ട് ഇതിൽ നിന്നായിരിക്കും ഇറങ്ങുന്നത്. ഈ കറണ്ടിനെ I1 എന്ന് വിളിക്കുന്നു. I1 ഇവിടെ എത്തി. ഇവിടെ നിന്നൊരു കറണ്ട് ഇറങ്ങി വരും I2. ഓക്കെ, അപ്പോൾ I1 ഇങ്ങോട്ട് കയറി, I2 ഇങ്ങോട്ട് വന്നു. അപ്പം നെറ്റ് കറണ്ട് I1 - I2 ഇങ്ങോട്ട് പോയി. ഈ I1 - I2 ആണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? I എന്ന് വിളിച്ചത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്കറിയാം. എന്താണ്? കിർച്ചോഫിൻ്റെ വോൾട്ടേജ് റൂള് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പ്രയോഗിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രയോഗിച്ചോണം. ഇവിടെ നിന്ന് ഈ അറ്റത്തുനിന്ന് ഇങ്ങനെ പ്രയോഗിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഡയറക്ഷൻ ഞാൻ ഇവിടെ വരച്ചിട്ടേക്കാം. അതുകൊണ്ട് ഇങ്ങനെയാണ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്ത് പെട്ടെന്ന് പറഞ്ഞോളൂ. എൻ്റെ നിന്ന് കറണ്ട് എത്രയാ? I1 - I2 I ആണ്. ഓക്കെ, I ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് 8 പ്ലസ് ഓടിച്ചെന്ന് കയറിയത് 4 +4ലാണ് പ്ലസ് ഇനി I ഇൻറ്റു 2 ആണ്. I ഇൻറ്റു 2 ആണ്. ഓക്കെ, പ്ലസ് അടുത്ത ഓടിച്ചെന്ന് കയറിയത് ബാറ്ററിയുടെ നെഗറ്റീവിലാണ്. -6 ആണ്. ഈക്വൽ ടു 0. അപ്പോൾ ഇനി നമ്മൾക്ക് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. 8 × 2 =
10i മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈക്വൽ ടു 2. അപ്പോൾ ഐയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട് 2/10 എത്ര 0.2. അപ്പോൾ കറണ്ടിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം. എക്കും ബിക്കും ഇടയ്ക്കുള്ള പി ഡി ആണ് വേണ്ടത്. പി ഡി എങ്ങനെ കാണും? എക്കും ബിക്കും ഇടയ്ക്കുള്ള പി ഡി. എക്കും ബിക്കും ഇടയ്ക്കുള്ള പി ഡി നേരത്തെ ഉള്ളതുപോലെ എയും ബിയും നോക്കുക, അതിൻ്റെ ഇടയ്ക്കുള്ള പി ഡി പറയുക, പെട്ടെന്ന് പറയും. ഒന്നുകിൽ റൈറ്റ് ചെയ്യുന്ന ലെഫ്റ്റിലോട്ട് പോവുക. റൈറ്റ് ചെയ്യുന്ന ലെഫ്റ്റിലോട്ട് പോട്ടെ. I × 8 പ്ലസ് 4. അപ്പോൾ ആൻസർ 8 × 0.2 പ്ലസ് 4. അപ്പോൾ ആൻസർ 1.6 പ്ലസ് 4. അപ്പോൾ ആൻസർ എത്ര 5.6 എന്നാണ്. ഇതായിരിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. നല്ല എളുപ്പമല്ലേടാ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ ഇത് സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞു തരാം. നമ്മൾ ഐ കണ്ടുപിടിച്ച് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഈ രണ്ട് പോയിന്റുകൾക്കിടയ്ക്കുള്ള പി ഡി ആണ് വേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. ഐയുടെ വാല്യൂ I × 8 പ്ലസ് 4 അത്ര എടുക്കുമ്പോൾ എക്കും ബിക്കും ഇടയ്ക്കായി. ഓക്കെ, ഐയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. യു വിൽ ബി ഗെറ്റിംഗ്. അടിപൊളിയല്ലേ? ഇനി നമുക്ക് ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എന്നിട്ട് അടുത്ത് ബാക്കി ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. ഇൻ ദ ഫോളോയിങ് നെറ്റ്വർക്ക് വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ അറ്റ് O? ഓയിലെ പൊട്ടൻഷ്യൽ എത്ര? നല്ല ക്വസ്റ്റ്യനാണ്. O എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്ര? പൊട്ടൻഷ്യൽ എങ്ങനെ കാണുന്നത്? V/R അല്ലേ? അപ്പം നമുക്ക് ഈ ലൈനിലെ കറണ്ട് നമുക്ക് എങ്ങനെ കാണുക? കറണ്ട് കാണാൻ V/R. ഈ രണ്ട് പോയിന്റുകൾക്കിടയ്ക്കുള്ള PD/R. ഈ ലൈനിലെ കറണ്ട് എങ്ങനെ കാണും? PD/R. ഈ ലൈനിലേതാണെങ്കിലോ PD/R. ഇനി നമുക്കിവിടെ കറണ്ട് ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ ഒരു കറണ്ട് ഇങ്ങനെ വന്നാൽ ഈ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും എന്ന് എനിക്കറിയാം. ഈ കറണ്ടുകളെ നമുക്കൊരു പേരൊക്കെ കൊടുക്കാം. ഇത് കറണ്ട് എ, ഇത് കറണ്ട് ബി, ഇത് കറണ്ട് സി എന്ന് പേര് കൊടുക്കാം അല്ലേ? കറണ്ട് എ, നമ്മുടെ പോയിന്റ് റൂൾ എന്താണ്? കറണ്ട് എൻ്ററിങ് ഈക്വൽ ടു കറണ്ട് ലീവിങ് എന്നാണ്. ഈസ് ഈക്വൽ ടു കറണ്ട് ബി പ്ലസ് കറണ്ട് സി എന്നാണ് അല്ലേ? അപ്പോൾ ഇതിൽ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. കറണ്ട് എങ്ങനെ കാണും? V/R. അപ്പോൾ അവിടുത്തെ PD/R, അവിടുത്തെ PD എങ്ങനെ കാണും? 8 മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് O. അപ്പോൾ PD ആയി ഡിവൈഡഡ് ബൈ ആ ലൈനിലെ റെസിസ്റ്റൻസ് ഈക്വൽ ടു കറണ്ട് ഇൻ ബി സെക്ഷൻ എങ്ങനെ കാണും? VO മൈനസ് മറ്റേ എൻഡിൽ 4 ഡിവൈഡഡ് ബൈ ആ ലൈനിലെ റെസിസ്റ്റൻസ് 4 പ്ലസ് കറണ്ട് ഇൻ സി സെക്ഷൻ എങ്ങനെ കാണും? VO അവിടുത്തെ പൊട്ടൻഷ്യൽ മൈനസ് 2 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇനി നമുക്ക് എല്ലാത്തിനും 2 കൊണ്ട് എല്ലായിടും എന്താക്കാം? 4 ആക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് റെഡി ആക്കിയിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇപ്പോഴേ അങ്ങ് ചെയ്യാം. ഇവിടെ 4 ആക്കാം ഞാൻ. എന്ത്? അപ്പോൾ ഇവിടെ 16 ആവും, ഇവിടെ 2 ആവും. ഓക്കെ, ഇനി ഇവിടെ 4 ആക്കാം. അപ്പോൾ ഇവിടെ 2 ആവും, ഇവിടെ 4 ആവും. ഓക്കെ, ഇനി എല്ലാത്തിലും 4 കട്ട് ചെയ്ത് കളയുക. ബാക്കി നിങ്ങൾ പറയുക. 16 മൈനസ് 2VO ഈസ് ഈക്വൽ ടു VO മൈനസ് 4 പ്ലസ് 2VO മൈനസ് 4 എന്നാണ്. ഓക്കെ, പേടിച്ചില്ല. ഇനി നമുക്ക് VOകളെല്ലാം ഒരു സൈഡിൽ വയ്ക്കാം, ബാക്കിയെല്ലാം ഒരു സൈഡിൽ വയ്ക്കാം. 16 പ്ലസ് 4 പ്ലസ് 4 ഈസ് ഈക്വൽ ടു ഇത് 2VO 3 ആയി 5VO. ഓക്കെ, 16 × 20 24 ഈസ് ഈക്വൽ ടു 5VO എന്നാണ്. അപ്പോൾ VOയുടെ ആൻസർ 24/5 എന്നാണ്. നിങ്ങൾ തന്നെ പറയുക എത്ര വരും? 4.8. കണ്ടോ? 4.8 എന്ന ആൻസർ കിട്ടും. ഇത് എളുപ്പമല്ലേ? നമ്മുടെ പോയിന്റ് റൂൾ എന്താണ്? കറണ്ട് എൻ്ററിങ് ഈക്വൽ ടു കറണ്ട് ലീവിങ്. അപ്പോൾ IA എന്ന് പറയുന്നത് IB പ്ലസ് IC. കറണ്ട് എങ്ങനെ കാണുന്നത്? PD/, ആ ലൈനിലെ റെസിസ്റ്റൻസ്. ഓക്കെ, അത്രേ ഉള്ളൂ. അതിനകത്തൊന്ന് റെഡിയാക്കിയാൽ VOയുടെ ആൻസർ കിട്ടും. അപ്പോൾ അടിപൊളിയല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല സ്മാർട്ടായിട്ട് നമ്മൾ ചെയ്തില്ലേ? പേടിച്ചോ? ഒരു പേടിയില്ല. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ബൈ.